റൊമാൻറ്റിക്കിന്റെ ഒക്കെ പാട്ടുകളൊന്നും കുട്ടികളെ കേൾപ്പിക്കരുത്. ഞാനിപ്പോ പാടാനും പേരെ പാടില്ലല്ലോ അല്ലേ? അങ്ങനത്തെ പാട്ട് നമുക്കറിയാം. അങ്ങനത്തെ പാട്ടുകളൊന്നും കുട്ടികളെ കേൾപ്പിക്കരുത്. അത് തെറ്റായ ചിന്തകളിലേക്ക്. ഇപ്പം ലവർ, ബെസ്റ്റി ഫ്രണ്ട്, ബാക്കി രണ്ടെണ്ണയുടെ പറഞ്ഞില്ല. അങ്ങനത്തെ കാലം ഒരാൾക്ക് തന്നെ എത്രയോ ആള്. ഇപ്പോഴത്തെ പ്രേമങ്ങളെല്ലാം ഭയങ്കര ആത്മീയമായ പ്രേമങ്ങളാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ചെക്കനോട് നിങ്ങൾ പറഞ്ഞു നോക്കി, എന്താണ് പെണ്ണിന്റെ വേറെ പണിയില്ലേ? അപ്പൊ തിരിച്ചെന്താ പറയുക? ഉസ്താദൊന്നല്ല, പിന്നെ ഓളോട് രാത്രിത്തെ പാർക്കോതാനും സ്ഥലത്തെല്ലാം പറയല്. പാത്രം മൂത്രം കൊണ്ട് തേച്ച് കഴിയുന്ന കാലാണിപ്പോ. പാത്രം മൂത്രം കൊണ്ട് തേച്ച് കഴുകാം. ഇഷ്ക് മഹബത്തിന്റെ പേരിൽ പ്രേമം കൂടിയ കാല. എത്ര നൂറ്റാണ്ട് മുമ്പ് മഹാന്മാരെ എഴുതി വെച്ച് അത്തരത്തിൽ ഒരു പാട്ടും കുട്ടികളെ കേൾപ്പിക്കരുത്. ഒരു കാര്യം ചെയ്തോ, നിങ്ങളുടെ കുട്ടികളെ തന്നെ മുഴുവനായിട്ട് ഒരു കുടത്തിനകത്തിട്ടിട്ടൊരു തുണി വെച്ച് കെട്ടി മൂടിക്കോ. അല്ലെങ്കിൽ ഇപ്പോൾ ഭൂരിഭാഗവും കെട്ടി മൂടണം തന്നെ ആയിരിക്കും നിങ്ങളുടെയൊക്കെ ആഗ്രഹം. അതായത് ബെസ്റ്റി ഫ്രണ്ട് അങ്ങനെ 2-3 ഒന്നും പാടില്ല പെണ്ണുങ്ങൾക്ക് എന്നാണ് പറയുന്നത്. പക്ഷേ ആണുങ്ങൾക്ക് 2-3 കെട്ടാം, അതിന് പുസ്തകത്തിൽ ഇടവുണ്ട്. പെണ്ണുങ്ങൾക്ക് ബെസ്റ്റിയും ഫ്രണ്ടൊന്നും പാടില്ല. എല്ലാവരും കൂടി ഒന്ന് ഉത്സാഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമോഫോബിയൊക്കെ അങ്ങോട്ട് വളർത്തിയിട്ട് ആളുകൾ മുസ്ലിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കല്ലെറിയുന്നൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. കുറച്ചുകൂടി ശ്രമിച്ചാൽ മതി, അധികം ദൂരമില്ല. ഈ ശ്രമം തന്നെ അങ്ങോട്ട് തുടർന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഈ ഇസ്ലാം എന്ന് പറയുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കല്ലെടുത്തെറിയാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കണം. അപ്പുറത്ത് നിൽക്കുന്ന സംഘികൾക്കും അത് തന്നെയാണ് ആവശ്യം. ഇതൊക്കെ കണ്ടിട്ട് അവർ സന്തോഷിക്കുന്നുണ്ടാവും. അവന്മാർക്ക് ഇത്രയും നല്ല അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മുടെ പ്രിയങ്കരന്മാരായിട്ടുള്ള ഇസ്ലാമിക മതപണ്ഡിതന്മാർക്ക് സല്യൂട്ട്.